ഇറാൻ US സംഘർഷവും ഇത് സംബന്ധിച്ച പ്രത്യാഘാതങ്ങളും 60 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഇതിനിടെ ഹോർമുസിലെ പ്രതിസന്ധിയും ആശങ്കയും ഇനിയും പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല. ഗൾഫ് രാജ്യങ്ങളിലെ കയറ്റുമതിയെയും ഇറക്കുമതിയെയും ഹോർമുസ് വിവാദം നേരിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോർമുസ് പൂർണ്ണമായും തുറക്കാതെ ഇനി ചരക്ക് നീക്കം പഴയതുപോലെ ആകില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് സംബന്ധിച്ച ഒരു അന്വേഷണത്തിലേക്ക്. ഇറാൻ US ഇസ്രായേൽ തുടങ്ങിവെച്ച യുദ്ധവും സംഘർഷ സാഹചര്യങ്ങളും 2 മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. 2026 ഫെബ്രുവരി 28 തുടങ്ങിയ ഈ സംഘർഷം മാർച്ച് മാസവും ഏപ്രിൽ 28 പിന്നിട്ട് 60 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. മേഖലയിലെ യുദ്ധ സാഹചര്യങ്ങളും സംഘർഷങ്ങളും ലഘൂകരിക്കുന്നതിനായി ഒമാൻ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളുമായി ഇറാൻ നയതന്ത്ര നീക്കങ്ങൾ നടത്തി വരികയാണ്. ഇറാൻ വിദേശമന്ത്രി അബ്ബാസ് അറക്ചി സൗദി വിദേശമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരനുമായി ഫോണിൽ സംസാരിച്ചത് ശുഭ സൂചനകളാണ്. മേഖലയിലെ പിരിമുറുക്കം കുറയ്ക്കാനുള്ള ബദൽ മാർഗങ്ങളും പുതിയ സംഭവവികാസങ്ങളുമാണ് ഇരു നേതാക്കളും ചർച്ച ചെയ്തത്. ഇതിനിടെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലേക്ക് 3 വട്ടം പോയി ഇറാൻ ചർച്ചകൾ നടത്തി. ഇതിൽ 2-3 ഘട്ട ചർച്ചകൾ ഒരു ദിവസത്തെ ഇടവേളയിലാണ് നടന്നത്. കൂടാതെ ഒമാനും റഷ്യയുമായുള്ള ഇറാന്റെ നേരിട്ടുള്ള കൂടിക്കാഴ്ചകളും അതീവ പ്രാധാന്യമുള്ളതായിരുന്നു. ചർച്ചകളിൽ റഷ്യയും ഒമാനും ഇറാന് പൂർണ്ണ പിന്തുണ നൽകിയെന്നാണ് വിവിധ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത്. همینطور مشخص شد که جمهوری اسلامی ایران دوستانی داره مثل روسیه که در شرایط سخت در کنار ایران میمانند و از ایران حمایت میکنند. ما از مواضع شما و از حمایت شما بسیار متشکرم. വെടിനിർത്തൽ തുടരുമ്പോഴും ഹോർമുസ് പ്രതിസന്ധിക്ക് ഇപ്പോഴും പരിഹാരം കണ്ടെത്താനായിട്ടില്ല. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള കയറ്റുമതിയെയും ഇറക്കുമതിയെയും ഹോർമുസ് വിവാദം കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. വിമാനമാർഗം അവശ്യ വസ്തുക്കൾ എത്തുമ്പോഴും വ്യവസായ മേഖലയിലേക്ക് ആവശ്യമായ വസ്തുക്കളുടെ വരവ് കുറഞ്ഞിരിക്കുകയാണ്. ബദൽ മാർഗങ്ങളിലൂടെ എണ്ണ നീക്കവും ചരക്ക് നീക്കവും സുഗമമാക്കാൻ ഗൾഫ് രാജ്യങ്ങൾ വഴി തേടുകയാണ്. എങ്കിലും ഹോർമുസ് തുറക്കാതെ എണ്ണ നീക്കം ഇനി പഴയതുപോലെ ആകാനും സാധ്യത കുറവാണ്. കൂടാതെ ഇന്ധന പ്രതിസന്ധി ലോകത്താകമാനം വർദ്ധിച്ചതും മറ്റൊരു കീറാമുട്ടിയായി. ഇറാനും അമേരിക്കയും തമ്മിൽ ഈ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നു. ആ വെടിനിർത്തൽ നീട്ടിയെങ്കിലും പശ്ചിമേഷ്യൻ സംഘർഷം പൂർണ്ണമായും അവസാനിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. പശ്ചിമേഷ്യയിലെ ഒരു യുദ്ധ സാഹചര്യം ഒന്ന് നിലച്ചുവെങ്കിൽ പോലും അതുണ്ടാക്കിയിട്ടുള്ള സാമ്പത്തികവും വ്യാപാരപരവുമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഈ ഹോർമുസ് കടലിടുക്ക് ഈ ലോകത്തിൻ്റെ സമുദ്ര വ്യാപാര പാതയിൽ ഒരു നിർണായകമായിട്ടുള്ളൊരിടമാണ്. ഈ ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഇറാൻ്റെ ഇടപെടലുകൾ, അമേരിക്കയുടെ നാവിക ഉപരോധം, ഇതെല്ലാം ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ സംഘർഷം തുടങ്ങിയിട്ട് 60 ദിവസം പിന്നിടുമ്പോൾ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി ബാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ മില്യൺ കണക്കിന് ഡോളർ നഷ്ടമാണ് ഓരോ ദിവസവും രേഖപ്പെടുത്തുന്നത്. അത് അമേരിക്ക ആവട്ടെ, ഇറാനാവട്ടെ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളാവട്ടെ, ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളാവട്ടെ, എല്ലാ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയും ഇത് ബാധിക്കുന്നുണ്ട്. ഇത് മറികടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ UAE ആയാലും ഇന്ത്യ ആയാലും ബദൽ സമുദ്രപാതകൾ കണ്ടെത്താനുള്ള ശ്രമം ഒരു രീതിയിൽ കൂടെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഹോർമുസിലൂടെ കടന്നു പോകുന്നത് പോലെയുള്ള അനായാസമായ ഒരു സമുദ്ര വ്യാപാരം മറ്റ് പാതകളിലൂടെ, ബദൽ പാതകളിലൂടെ നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യവുമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ എല്ലാ മേഖലകളെയും, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഈ ഒരു പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട്. ഹോർമുസ് വിവാദം കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ ഊർജ പ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് യൂറോപ്യൻ യൂണിയൻ എനർജി കമ്മീഷൻ വ്യക്തമാക്കിയതും നാം ഗൗരവമായി കാണണം.
പ്രതിദിനം $60 കോടി ഇതുവഴി യൂറോപ്പിന് മാത്രം നഷ്ടം സംഭവിച്ചത്. ഇനി ലോകത്തിന്റെ ആകെ കണക്ക് പരിശോധിച്ചാൽ ഈ നഷ്ടം ഞെട്ടിക്കുന്നതാകാം. ഇതിനിടെ ഇറാന്റെ ആക്രമണത്തിൽ മിഡിൽ ഈസ്റ്റിലെ US സേനാ താവളങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കും പുറത്തുവിട്ടു. ഇതനുസരിച്ച് $500 കോടി നാശനഷ്ടം, അതായത് 47,125 കോടി രൂപയുടെ നാശനഷ്ടം സംഭവിച്ചെന്ന് അമേരിക്കൻ എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്ക് വ്യക്തമാക്കുന്നു. എന്നാൽ പൂർണ്ണമായ കണക്ക് പെന്റഗൺ ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല. യുഎസിന്റെ സേനാ താവളങ്ങൾ, റൺവേകൾ, റഡാറുകൾ, സംഭരണശാലകൾ, കമാൻഡ് സെന്ററുകൾ, യുദ്ധവിമാനങ്ങൾ, ഉപഗ്രഹ ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയെല്ലാം ഇറാൻ ആക്രമിച്ചെന്ന് US റിപ്പോർട്ടിൽ പറയുന്നു. ഇനി സൈനിക താവളങ്ങളുടെ കേടുപാട് പരിഹരിക്കാൻ കോടിക്കണക്കിന് ഡോളർ ആവശ്യമായി വരുമെന്നും അമേരിക്കൻ എന്റർപ്രൈസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിന്റെ ഉത്തരവാദിത്തമുള്ള US സെൻട്രൽ കമാൻഡ് ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാനും കോടികളുടെ നാശനഷ്ടം സംഭവിച്ചെന്ന് അനൗദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഫെബ്രുവരി 28 യുദ്ധം തുടങ്ങിയ ശേഷം കപ്പലുകൾ പിടിച്ചെടുക്കുന്നത് അമേരിക്കയും ഇറാനും തുടരുകയാണ്. ചരക്കു കപ്പലുകൾ തടഞ്ഞതിലൂടെ ഹോർമുസ് കടലിടുക്ക് ഇപ്പോഴും തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്ന സന്ദേശം ഇറാനും USഉം പൊതുസമൂഹത്തിന് നൽകുന്നു. എന്നാൽ ജലപാത തടയരുതെന്ന് ചൈനയും റഷ്യയും ബ്രിട്ടനും ചില ലോകരാജ്യങ്ങളും ആവർത്തിക്കുമ്പോഴും നാവിക ഉപരോധം തുടരുകയാണ്. എന്ത് ഫോർമുലകൾ മുന്നോട്ട് വെച്ചാലും അത് ഹോർമുസിൽ തട്ടി പാളുകയും ചെയ്യുന്നു. അതിനാൽ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കുന്നതുവരെ ലോകത്തിന്റെ കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും താളം തെറ്റുമെന്ന് ഉറപ്പാണ്.